ഇപ്പോൾ ഏകദേശം സമയം വൈകിട്ട് 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണോ, കാറിലാണ് പോകുന്നത്, എന്നാലും മഴയായിക്കൊണ്ട് അത് ഇതായി പോകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും പോവല്ലേ, നല്ല ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ടാണ് സാധാരണ ഞാൻ ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോവാം, അതിനുവേണ്ടി ഞാൻ റെഡി ആവുകയാണ്. ഇന്ന് ഞാൻ ഫേസിൽ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്കിൻ ടിൻറ്റ് ഫൗണ്ടേഷൻ്റെ പോലെ തന്നെ വേറൊരു സാധനം. ഞാൻ സ്റ്റുഡിയോ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു മാസമായി. അപ്പോൾ ആ ഒരു വന്ന സമയത്ത് ഞാൻ സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം ഞാൻ കയ്യിലെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എപ്പോഴും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എവിടെയും പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ മാച്ച് ആയിട്ടില്ല, ഞാൻ ഇതൊക്കെ മായ്ച്ച് വീണ്ടും റെഡി ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിയില്ലാതെ അവിടെ ഇങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. പക്ഷേ ട്രൈ ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം ഇത് ട്രൈ ചെയ്തില്ല എന്നുള്ളത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്കിൻ ടിൻ്റാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്ന് നമുക്ക് ഓവർ മേക്കപ്പ് ഇട്ട പോലെ ഒന്നും തോന്നുന്നില്ല. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സ്റ്റുഡിയോയിൽ എനിക്ക് തോന്നുന്നു 200 സംതിങ് ആണ്. ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ഡ്രസ്സ് കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാർജ എയർപോർട്ടിൽ അത് ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സും കാര്യമായിട്ടില്ല. നമ്മളിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ നോക്കിയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യണം. കാരണം ഷോപ്പിൽ പോയി എനിക്ക് അങ്ങനെ കുറേ ടൈം എടുക്കും ചെയ്യും. എനിക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും കംഫർട്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഡ്രസ്സ് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇട്ടത്. ഡ്രസ് വൈസ് നോക്കുമ്പോൾ കാണാൻ അടിപൊളിയാണ്. പക്ഷേ ക്വാളിറ്റി എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. കാരണം ഒറ്റ വാഷ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് നരച്ചിട്ടുണ്ട്. പക്ഷേ കാണാൻ ഇട്ട് കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് മൗറോടുള്ള കുരിശുപള്ളിയിലേക്കാണ്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ 4 മണിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, എങ്ങനെയായാലും ലേറ്റായി. അപ്പോൾ മലപ്പുറമാണ് അടിപൊളി ബ്ലോക്ക് ആയിരുന്നു. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ഇവിടെ പെട്ടിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂർ മലപ്പുറം ബ്ലോക്കിൽ തന്നെയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മൗറോഡ് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്ഥലം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഉള്ളിലേക്ക് ഞാൻ ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് പറ്റുമൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ പോകാറുണ്ട്. എനിക്ക് എന്തോ ഇവിടെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രം വേണ്ടി പോയാൽ പോരല്ലോ, ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അല്ലാതെ എപ്പോഴെങ്കിലും നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഓർക്കും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് പോകണം എന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ പോയതാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോടുള്ള എല്ലാവർക്കും ഈ ഒരു പള്ളീനെ പറ്റി അറിയുണ്ടാവും. അറിയാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ട് എന്നുള്ളത്. കാരണം അത്രയും ശക്തിയുള്ളൊരു പള്ളിയാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പറ്റുമ്പോൾ ഇവിടെ പോകാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് അമ്മ ഇക്രയിൽ കാണിച്ച സമയത്ത് അവിടുന്ന് ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ്. പക്ഷേ അന്ന് അവിടെ ഭയങ്കര തിരക്കായത് കാരണം അമ്മ പുറത്തുനിന്നായിരുന്നു മെഡിസിൻ വാങ്ങിയത്. അപ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിയ കാരണം അവിടെ ഒരു ടാബ്ലറ്റ് കിട്ടിയില്ല. സോ നമ്മൾ കോഴിക്കോട് മൊത്തം അലഞ്ഞു ആ ടാബ്ലറ്റിന് വേണ്ടിയിട്ട്. പുതിയ സ്റ്റാൻഡ്, മൗറോഡൊക്കെ എല്ലാ ഷോപ്പിലും കയറി അവിടെ ഒന്നുമില്ല. ലാസ്റ്റ് വീണ്ടും നമ്മൾ ഇക്രയിൽ തന്നെ വരേണ്ടി വന്നു. അവിടുത്തെ ഡോക്ടർ എഴുതിയത് കാരണം അവിടെ മാത്രമേ ഉണ്ടായുള്ളൂ. 10-20 മിനിറ്റോട് നമുക്ക് ബില്ല് ചെയ്ത് മെഡിസിനൊക്കെ കയ്യിൽ കിട്ടി. അതിനുശേഷം നമ്മൾ ഇക്ര ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ തന്നെ പോയി ചായ കുടിച്ചു. ഞങ്ങൾ 2 ബ്രൂ കോഫിയും അതുപോലെ തന്നെ 2 ക്രീം ബെന്നും ആണ് ഓർഡർ ചെയ്ത്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് സ്നാക്സ് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇക്രയിൽ തന്നെ കഴിച്ചത്. പക്ഷേ അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം 7-8 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ മെഡിസിനൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഒരു ഏകദേശം 1.5 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 4 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് എപ്പോൾ വേണേൽ പോയിട്ട് വരാം. ഇപ്പോൾ സമയം 10 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.